ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു പൊളിറ്റീഷ്യൻ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ ഒരു കമന്റ് പറയില്ല. മുഖ്യമന്ത്രി എന്നുള്ളതിൽ I don't have any word on that. I pass the question. ഇല്ല. സംസാരിച്ചിട്ടുണ്ട് ഇല്ല. ഇന്ത്യയിൽ നിൽക്കുന്ന മെയിൻ സ്ട്രീം ലെഫ്റ്റ് എന്ന് പറഞ്ഞ CPM CPI പോലുള്ള സംഘടന ഇവര് ആണ് ഇന്ത്യയിലെ ഫാസിസത്തിനെതിരായിട്ട് അല്ലെങ്കിൽ BJPക്കെതിരായിട്ട് ഇല്ല. അവര് ഇതിനകത്ത് റൈറ്റ് വിങ് ടെൻഡൻസീസ് കാണിക്കുന്ന മെയിൻ സ്ട്രീം ലെഫ്റ്റ് ഇന്ത്യയിലുള്ളൂ. അവരുടെ ഏരിയയിൽ അവർ റൈറ്റ് വിങ് ടെൻഡൻസീസ് കാണിക്കുന്നവരാണ്. നമ്മൾ എന്തുകൊണ്ടാണ് റൈറ്റ് വിങ്ങിനെതിരെ സംസാരിക്കുന്നത്? അവർ റൈറ്റ് വിങ് ടെൻഡൻസീസ് കാണിക്കുന്നുണ്ടാണ്. വിച്ച് ആർ ദീസ് ടെൻഡൻസീസ് ആർ അഫക്റ്റിംഗ് അസ്. ഇപ്പോൾ ഇവിടെയാണെങ്കിലും റൈറ്റ് വിങ് ടെൻഡൻസീസ് ഉണ്ട്. ഈ സോ കോൾഡ് മെയിൻ സ്ട്രീം ലെഫ്റ്റിൽ റൈറ്റ് വിങ് ടെൻഡൻസീസ് വരുമ്പോൾ റൈറ്റ് വിങ് ആയി മാറും. എല്ലാം ഉണ്ട്. ഇപ്പോൾ പേഴ്സണാലിറ്റി കൾട്ട് റൈറ്റ് വിങ്ങിൻ്റെ ഒരു ട്രൈറ്റാണ്. റൈറ്റ് വിങ്ങിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ട്രൈറ്റ് തന്നെയാണ് പേഴ്സണാലിറ്റി കൾട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത്. അത് ലെഫ്റ്റ് വിങ്ങിലുണ്ട്. ഇപ്പോൾ പിന്നെ ഒരു നിയോ റിലിജനെ പോലെയാണ് പാർട്ടി എന്താണ് ഈ മെയിൻ സ്ട്രീം ലെഫ്റ്റ് ബിഹേവ് ചെയ്യുന്ന. അപ്പോൾ ഒരു ഡെമോക്രസി എന്ന് പറയുമ്പോൾ അതിന് രണ്ട് കാഡർ പാർട്ടീസാണ് സെൻട്രലിലും സ്റ്റേറ്റിലും ഭരിക്കുന്നത്. ഇപ്പോൾ കാഡർ പാർട്ടീസ് ഭരിക്കുമ്പോൾ then you don't know what is going to happen. ഇല്ല, ഞാൻ പറയുന്നത് റൈറ്റ് വിങ് എന്ന് പറയുന്നത് ഇത്രേ പറയുന്നുള്ളൂ. ആ തുലനം ചെയ്യലല്ല, അത് അവരാണ് ചെയ്യേണ്ടത്. ഇപ്പം ഞാനൊരു ക്രിയേറ്റീവ് പേഴ്സണാണ്. എനിക്ക് പറയുന്നതിനൊരു പരിധിയുണ്ട്. ആ പരിധിയിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നത് ആസ് എ ക്രിയേറ്റീവ് പേഴ്സൺ ആൻഡ് ആസ് എ സിറ്റിസൺ ഓഫ് ദിസ് കൺട്രി, ആസ് എ സിറ്റിസൺ ഓഫ് ദിസ് ഡെമോക്രസി, ഐ തിങ്ക് പിന്നെ റൈറ്റ് വിങ് ടെൻഡൻസീസ് കാണിക്കുന്നവരാണ് ഇന്ത്യയിൽ ഇപ്പോൾ മുഴുവൻ പാർട്ടീസും. അതുകൊണ്ട് ഇൻക്ലൂഡിങ് വോട്ടെവർ. അപ്പോൾ അതിനെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചാൽ നമ്മൾ വി ഹാവ് ടു ടേക്ക് സൈഡ്സ് ഇൻ എ വെരി നെഗറ്റീവ് വേ എന്നുള്ളതായിരിക്കും അതിന് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അത് അൺഫോർച്ചുനേറ്റ് ആണ്. ഈ സെൻസർഷിപ്പിന്റെ തന്നെ ഇതിപ്പം ഒന്ന് ബിഗ് സ്ക്രീൻ ഇത് ഓപ്പൺലൈൻ എക്സാമിൻസ് അത് കഴിഞ്ഞിട്ട് OTT അല്ല. സി വെൻ റൈറ്റ് വിങ് ഇസ് റൂളിങ് യു, ഇതെല്ലാം നമ്മൾ റുട്ടീൻ്റെ പാർട്ടായിട്ട് കാണും. നമ്മുടെ റെസ്പോൺസും ഭയങ്കര ടൈമാണ്. അവിടെയാണ് ഞാൻ പറയുന്നത് ലെഫ്റ്റ് വിങ് എന്ന് പറയുന്നത് ട്രൂ ലെഫ്റ്റ് വിങ് ആയാലേ റൈറ്റ് വിങ്ങിനെ തടുക്കാൻ പറ്റൂ. പക്ഷേ ദർ വാസ് എ ടൈം അത് സംഭവിക്കാതെ ഇപ്പോൾ ഒരു ആസുര വളർച്ച നേടിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വാട്ട് വി സീ ഇൻ ഇന്ത്യ, വി ആർ സീയിങ് എ ബാറ്റിൽ ബിറ്റ്വീൻ അവൗട്ട് റൈറ്റ് വിങ് ആൻഡ് കവേർഡ് റൈറ്റ് വിങ്. ബോത്ത് ആർ റൈറ്റ് വിങ്സ്. ഇല്ല, ഒന്നുമില്ല. ലെഫ്റ്റിസം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇല്ല ഇപ്പോൾ. മെയിൻ സ്ട്രീം സെൻട്രിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസിന് ഒരു പരിധി വരെ ഒരു സോഷ്യലിസ്റ്റിക് എലിമെൻ്റ് ഉള്ള പാർട്ടിയാണെന്ന് പറയാം. പക്ഷേ അത് അവർ അതിനെ ഇല്ല. അല്ല, നമ്മൾ ഇവിടുത്തെ കോണ്ടെക്സ്റ്റിൽ പറയണം. നേഷൻ്റെ ഇതിൽ പിന്നെ ലെഫ്റ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂലാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ എല്ലാ രീതിയിലും ആശയപരമായിട്ട് ഇപ്പോൾ ക്രിയേറ്റീവായിട്ടുള്ള ഒരാളിന് ഭയങ്കരമായ കുഴപ്പമുള്ള സമയമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല. അതിന് സെൻസർ ബോർഡിനെ ഉപയോഗിക്കുക, സെൻസർ റൂൾസ് കൊണ്ടുവരിക, പിന്നെ ഈ ഇതുപോലത്തെ ഈ ത്രെഡ്സ് വരിക. അപ്പം ഇതിനൊരു റെസിസ്റ്റൻസ് വേണം. പക്ഷേ ആ റെസിസ്റ്റൻസ് ഭയങ്കര ഡിവൈഡഡ് ആണ്. ഡിവൈഡഡ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഫ്രണ്ടിൽ തന്നെ എക്സ്ട്രീംലി ഡിവൈഡഡ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആണ് നമ്മൾ കാണുന്നത്. ലെഫ്റ്റ് ഇല്ല ഇപ്പോൾ മെയിൻ സ്ട്രീമിൽ ലെഫ്റ്റ് ഇല്ല എന്നുള്ളതാണ് ഇന്ത്യ ഇപ്പം മോൺ ചെയ്യുന്ന സത്യം. മെയിൻ സ്ട്രീമിൽ ഒരു ആൻറ്റി റൈറ്റ് എന്ന് തോന്നിക്കുന്ന ഒരു പ്രസൻസ് ഉണ്ട്. പക്ഷെ അതെല്ലാം ഒരു സെക്ടേറിയൻ പ്രസൻസസ് ആണ്. അതിൽ ലെഫ്റ്റ് എന്ന് പറയുന്ന സാധനം ആബ്സെൻ്റ് ആണ്. കൾച്ചറൽ റെസിസ്റ്റൻസ് ഇല്ല, പൊളിറ്റിക്കൽ റെസിസ്റ്റൻസ് സത്യത്തിൽ ഇപ്പോഴാണെങ്കിലും നിർമ്മാല്യം മാതിരി സിനിമയൊക്കെ നമുക്ക് ഇമാജിൻ ചെയ്യാം. അല്ല, നിർമ്മാല്യം അന്നും 73 റിലീസ് ചെയ്യുമ്പോഴും ഈ കൺസേൺസ് ഉണ്ടായിരുന്നു. ഞാൻ ഈയിടെ ഒരു ആർട്ടിക്കിളിൽ വായിച്ചു. അന്ന് കൺസേൺസേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത് ഭയങ്കരമായ പ്രശ്നത്തിലോട്ട് കയറും. ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ ഇതൊരു സെമറ്റിക് റെസ്പോൺസ് കൊടുക്കുക എന്ന് പറയുന്നതാണ് ഹിന്ദു ഇസത്തിൻ്റെ പേരിൽ. അതൊരു ഭയങ്കര അബ്സല്യൂട്ട്ലി ട്രാജഡിയാണ്. ബിക്കോസ് ഇത്രയും എംബ്രേസിംഗ് ആയിട്ടുള്ള ഒരു ബേസിക് ടെനറ്റ്, ഞാൻ പറയുന്ന ബാക്കി പുരാണങ്ങളോ അതൊന്നുമല്ല, ഇപ്പോൾ ഉപനിഷത്തിൻ്റെ ഒരു ബേസിക് ടെനറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്രയും എംബ്രേസിംഗ് ആയിട്ടുള്ള ഒരു സാധനത്തിൻ്റെ പേരിൽ ഇത്രയും സെമറ്റിക് റെസ്പോൺസ് വരുന്നത് എങ്ങനെയാണെന്നുള്ളത്
ഭയങ്കര അബ്സല്യൂട്ട്ലി ട്രാജിക്. സാധാരണ ഒരു പൊളിറ്റിക്കൽ ബ്ലെയിം ഗെയിം എന്നുള്ളതിനേക്കാൾ മാറി ഇപ്പോൾ ലിറ്ററേച്ചർ മറ്റു ആർട്ട് വർക്കിൽ ചെയ്യണം അത് കൂടുതൽ അതിനെന്തായാലും കാരണം നമ്മളിപ്പോൾ നാസി റൂൾ നോക്കിയാലും മുസോളിനിയുടെ ഇത് നോക്കിയാലും ആദ്യം ഒരു കൾച്ചറൽ സ്പിയറിനെയാണ് ഇടപെടുന്നത്. അപ്പോൾ അതേ ടെൻഡൻസീസ് പക്ഷേ ബാക്കിയുള്ള സ്ഥലങ്ങളിലുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നൊരു റൈറ്റ് വിങ്, ട്രൂ ബ്ലൂ റൈറ്റ് വിങ് എന്ന് പറയുന്നത് സെൻറ്ററിനെയാണ്, അവരെയാണ്, ഈ സാഫ്രോൺ റൈറ്റ് വിങ്ങിനെയാണ്. പക്ഷേ അതേ ടെൻഡൻസീസ് ഒരു നിയോ റിലിജിയൻ പോലെ ഫോം ചെയ്ത ബാക്കിയുള്ള സ്ഥലങ്ങളിലും ഉണ്ട്. കാഡറിൻ്റെ ഇടയിലും അവരുടെ ആളുകൾ, നമ്മൾ, നിങ്ങൾ എന്നുള്ള വ്യത്യാസം ഇവിടെയുണ്ട്. മുരളി എങ്ങനെയാണ് സ്വയം പൊളിറ്റിക്കലായിട്ട് ഫേസ് ചെയ്തത് ഇന്ത്യയുടെ അന്തരീക്ഷം? ഐ ആം എൻ ആൻറ്റി റൈറ്റ് വിങ് മാൻ, അത്രയും പറയാൻ പറ്റും. അതിനെ എലാബറേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര വലുതായിട്ട് എലാബറേറ്റ് ചെയ്യേണ്ടി വരും. വാട്ട് ഈസ് റൈറ്റ് വിങ് എന്ന് പറയുന്നത് തൊട്ട് എന്താണ് റൈറ്റ് വിങ് ടെൻഡൻസി എന്ന് പറയുന്നത് തൊട്ട് എങ്ങനെയാണ് ക്രിയേറ്റീവ് ഫ്രീഡത്തിനെ റൈറ്റ് വിങ് എഫക്ട് ചെയ്യുന്നത്, അപ്പോൾ ആ റൈറ്റ് വിങ് ടെൻഡൻസീസ് ആരൊക്കെ കാണിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ഒരുപാട് സബ് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യേണ്ടി വരും. ബേസിക്കലി ആസ് എ ക്രിയേറ്റീവ് പേഴ്സൺ ഐ ആം ടോട്ടലി ആൻറ്റി റൈറ്റ് വിങ്. അതിനെ കൗണ്ടർ ചെയ്യേണ്ട ലെഫ്റ്റ് റൈറ്റ് പോലെ പെരുമാറുന്നതാണ് റൈറ്റ് വിങ് ടെൻഡൻസീസ് കാണിക്കുന്നുണ്ട്. ലെഫ്റ്റ് ഈസ് നോട്ട് അബവ് ക്രിറ്റിസിസം. ലെഫ്റ്റ് ഫ്രണ്ടിനെ ക്രിറ്റിസൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ലെഫ്റ്റിസ്റ്റ്, സോ കോൾഡ് ലെഫ്റ്റിസ്റ്റ് എന്നുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി ക്രിറ്റിസൈസ് ചെയ്യുന്നത് ക്രിട്ടിക്കലായിട്ട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മെയിൻ സ്ട്രീം ലെഫ്റ്റിനെ എന്ന് പറയാം, അതാണ് കറക്റ്റ്. മെയിൻ സ്ട്രീം ലെഫ്റ്റിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് ലെഫ്റ്റിസത്തിനെ ക്രിട്ടിസൈസ് ചെയ്യണമെന്ന് തെറ്റിദ്ധരണമുണ്ടാകും. പക്ഷേ അതേസമയം തന്നെ മറുഭാഗത്ത് നിന്ന് പറയുന്നത് ഉൾപ്പെടെയുള്ള എല്ലാവരും ലെഫ്റ്റ് നന്നാകണം, ലെഫ്റ്റ് അല്ലെങ്കിൽ ഇതല്ല അതിന്റെ മാതൃക എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്കൊന്നും ഈ ബാധ്യത വരുന്നില്ല എന്നുള്ളതാണ്. അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. മറ്റുള്ളവർക്കെന്ന് പറഞ്ഞാൽ മറ്റു പാർട്ടികളെ ഇല്ല, അത് ലെഫ്റ്റ് ഷുഡ് നോട്ട് ബി കൺസേൺഡ് അബൌട്ട് ദാറ്റ്. ബിക്കോസ് വൈ ഈസ് ദ ലെഫ്റ്റ്? ബിക്കോസ് ദേ ആർ നോട്ട് റൈറ്റ്, ദേ ആർ നോട്ട് വിത്ത് ദി അതേഴ്സ്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ ലെഫ്റ്റിന് എന്താണ് ഇത്രയും ഒരു റൊമാൻറ്റിസൈസ് ചെയ്ത് കാണുന്നത്? ബിക്കോസ് ദേ ഡോണ്ട് ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ. ദ റിയൽ ലെഫ്റ്റ് ഗൈ വോണ്ട് ആസ്ക് ദ ക്വസ്റ്റ്യൻ, ദിസ് ക്വസ്റ്റ്യൻ എന്താണ്, അവർക്കത് ചെയ്യാമല്ലോ, ഞാൻ ചെയ്താൽ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നത് ലെഫ്റ്റ് അല്ല. അതുകൊണ്ടാണല്ലോ ലെഫ്റ്റിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഫാസിസം എന്ന് പറയുന്ന കാര്യം ഒരു മോണോപ്പൊളി അല്ല ഒന്നിൻ്റെയും. റൈറ്റ് വിങ്ങിൻ്റെ മോണോപ്പൊളി അല്ല ഫാസിസം. ലെഫ്റ്റ് വിങ്ങിലും ഫാസിസ്റ്റ് എലിമെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ലെഫ്റ്റ് വിങ് ഇല്ല എന്നുള്ളതാണ് മൂൺ ചെയ്യുന്നത്. ഐ ഡെസ്പെറേറ്റ്ലി വോണ്ട് എ ലെഫ്റ്റ് വിങ് ഹിയർ എന്നുള്ളതാണ്. ദിസ് ഇസ് എ മോർണിംഗ്. ഇവിടെ ലെഫ്റ്റ് വിങ് ഇല്ല സത്യത്തിൽ എന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടുത്തെ മെയിൻ സ്ട്രീം ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൈ റൈറ്റ് വിങ് ടെൻഡൻസീസ് കാണിക്കുന്ന ഒരു സോ കോൾഡ് നെയിം സേക്ക് ലെഫ്റ്റ് വിങ് ആണെന്നേ ഞാൻ പറയുള്ളൂ. പക്ഷേ ഇപ്പോൾ പ്രത്യേകിച്ചും റൈറ്റ് വിങ്, എൻ്റെ ഫിലിംസിൽ റൈറ്റ് വിങ്ങിനെതിരെ നല്ലതായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ആ ഏരിയാസ്, ആ ഫിലിംസിനെ അങ്ങനെ കാണുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ടിയാൻ ഫോർ എക്സാമ്പിൾ റൈറ്റ് വിങ്ങിന് അഗൻസ്റ്റ് ആയിട്ടുള്ള സിനിമയാണ്. ഇറ്റ്സ് എൻ ആൻറ്റി റൈറ്റ് വിങ് ഫിലിം, ആൻറ്റി പൊളിറ്റിക്കൽ റൈറ്റ് വിങ് ഫിലിമാണ്. പക്ഷേ അതിനങ്ങനെ അത് ഞാൻ പറഞ്ഞില്ല നേരത്തെ, സെലക്റ്റീവ് ആയിട്ടുള്ള വ്യൂയിങ് ഈസ് ഓൾവേസ് ദയർ. അപ്പോൾ അതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതേസമയം തന്നെ ഈ റൈറ്റ് വിങ് നമുക്ക് മലയാള സിനിമകളിൽ ഈ RSS, ശാഖ എന്നൊക്കെ വളരെ പോസിറ്റീവായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു ജനർ താങ്കളുടെ സിനിമയിലുണ്ട്. RSS ശാഖ എന്ന് പറയുന്നത് ഞാൻ വളർന്ന സ്ഥലങ്ങളിലുള്ള ഒരു കാര്യമാണ്. RSS ശാഖ ഒരുപാട് സ്ഥലങ്ങളിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ഞാൻ ഒരൊറ്റ സിനിമയിൽ RSS ശാഖ കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ്? RSS ഈ സൊസൈറ്റിയുടെ പാർട്ടല്ല എന്നുള്ള, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ യു ഹാവ് ടു കേറ്റർ ടു എ സർട്ടൺ തിങ്ക് ടാങ്ക് ടു മേക്ക് എ ഫിലിം. ഐ വോണ്ട് ഡു ദാറ്റ്. ഞാൻ RSSന്റെ ശാഖ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ എൻ്റെ സിനിമയിൽ അത് കാണിക്കും എന്നുള്ളത് തന്നെയായിരുന്നു അന്നത്തേത്. അതിനെ ഡിമോണൈസ് ചെയ്യാൻ നോക്കുമ്പോഴാണ്, റൈറ്റ് വിങ്ങിനെ, ഫാസിസത്തിനെ ഡിമോണൈസ് ചെയ്യാൻ നോക്കുമ്പോഴാണ് ഫാസിസം ശക്തി പ്രാപിക്കുന്നത്. വെൻ യു സ്റ്റാർട്ട് അഡ്രസ്സിങ് ദം. ഇപ്പോൾ ഇത്രയും കാലമായിട്ട് ഇവിടെ സിനിമ ഉണ്ടായി. 2012 ഇറങ്ങിയ ഈടത്തെ തലത്തിലാണ് ശാഖ ആദ്യം കാണിച്ചെന്ന് പറഞ്ഞാൽ അത് ആരുടെ കുഴപ്പമാണ്? നമ്മുടെ ഇല്ല, ഒരിക്കലുമില്ല. ഇല്ല, അതിൽ ഫിയറിനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. ആ ആളിൻ്റെ ഫിയർ കാണിക്കുന്നുണ്ട് അതിനകത്ത്. അയാൾ ഒരു ഇത് വരുമ്പോൾ, ശാഖ കാണുമ്പോൾ ആള് അതിൻ്റെ രണ്ട് ആസ്പെക്ട്സും കാണിക്കുന്നുണ്ട്. ഐ ആം നോട്ട് സെയിങ് ദാറ്റ് ദേ ആർ നോട്ട് ഹ്യൂമൻ ബീങ്സ്. ഐ ആം നോട്ട് റെഡി ടു സേ ദാറ്റ്. അതിനെ കാണുന്നത് കൊണ്ടാണ്. കാരണം ഫാസിസം, നമ്മളിപ്പോൾ നാസിസത്തിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ ആദ്യം ദേ ലാഫ്ഡ് അറ്റ് ദം. ഈ കമ്മ്യൂണിസ്റ്റ്, ക്യാപിറ്റലിസ്റ്റ് അല്ല, കമ്മ്യൂണിസ്റ്റ്, അന്നത്തെ ബോൾഷെവിക്സ്, ദേ ലാഫ്ഡ് അറ്റ് ദം ആദ്യം, എന്നിട്ട് ഇഗ്നോർഡ് ദം. ദെൻ ദേ സ്റ്റാർട്ടഡ് റൈസിങ്. ഇതൊക്കെ അവർക്ക് ഫ്യൂവലാണ്. ഇഫ് യു വാണ്ട് ടു ഫൈറ്റ് ദം, അഡ്രസ് ദം ഫസ്റ്റ് ആസ് ഹ്യൂമൻ ബീങ്സ്, ദെൻ യു ഫൈറ്റ്.
അത് ചെയ്യാത്തതാണ് ഇവിടുത്തെ കളി. ഇത് സബ്ഹ്യൂമനൈസ് ചെയ്തിട്ട് ഇട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടില്ലേ ആ ഭയങ്കരമായ ശക്തിയിലല്ലേ വരുന്നത്. ആൻഡ് നൗ വി ആർ ഹെൽപ്ലെസ് എന്നുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ. ഒരു സെക്കുലർ പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയാണ് ഇതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത് എന്നുള്ളൊരു പ്രോബ്ലം ഇപ്പം പറയുന്നുണ്ട്. ഇപ്പോൾ ആ സിനിമയ്ക്ക് നല്ല റീഡിങ്സ് കിട്ടുന്നുണ്ട് ഇപ്പോൾ.